ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞുതരാം. ഈ കഥയിലെ രണ്ട് കഥാപാത്രങ്ങൾ നിങ്ങളും നിങ്ങളുടെ പെറ്റുമാണെന്ന് സങ്കല്പിക്കാം. ഒരു ഗേറ്റിൻ്റെ അടുത്ത് ഒരു ഡോഗ് ഇങ്ങനെ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണ്. അവൻ്റെ വാലുകൾ അവൻ ആട്ടുന്നില്ല, അവൻ്റെ ചെവി അവനിങ്ങനെ കോൺസെൻട്രേഷനോടുകൂടി വെച്ചിട്ടുണ്ട്. കണ്ണുകൾ ചുറ്റും ഇങ്ങനെ റോട്ടിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. വണ്ടികൾ തുരുതുരാ പോകുന്നുണ്ട്, ഹോണടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോഴെല്ലാം അവൻ ആർക്കോ വേണ്ടി തിരയാണ്. പോയത് അവൻ അറിഞ്ഞില്ല. സമയം രാത്രിയായി, ഭക്ഷണം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. അവൻ ഇങ്ങനെ കാത്തിരിപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. അവൻ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും കാത്തിരുന്നിട്ടുണ്ടാവുക? അവൻ്റെ സ്വന്തം പാരൻറ്റിന് വേണ്ടിയിട്ട്. ഒരു പക്ഷെ ആ പാരൻറ്റ് ചിന്തിച്ചിട്ടുണ്ടാവുക, ഞാൻ ഒരു ദിവസത്തേക്കല്ലേ ഇവനെ പിരിഞ്ഞിരിക്കുന്നത് എന്നായിരിക്കും. പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇവർക്ക് മണിക്കൂറുകൾ എന്താണെന്ന് അറിയില്ല. ദേ ഓൺലി നോ ലവ് ആൻഡ് ആബ്സെൻസ്. അങ്ങനെ രാത്രി ഒരു സമയമായപ്പം ഗേറ്റ് ആരോ തുറക്കുന്ന ഒരു ശബ്ദം കേട്ടു. അവൻ ഒരു നിമിഷം ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഫ്രീസായിട്ട് നിന്നു. വാലാട്ടാതെ ഓടിച്ചെല്ലാതെ അവൻ അവൻ്റെ പേരൻറ്റിനെ തന്നെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞ് അവൻ ഓടിച്ചെന്ന് വാലാട്ടി കെട്ടിപ്പിടിച്ച് ലിക്ക് ചെയ്ത് കിസ് ചെയ്ത് അവൻ്റെ സ്നേഹപ്രകടനം മൊത്തം അവൻ കാണിച്ചു. അതാണ് ഇവർ. ദേ വെയിറ്റ്, ദേ ഹോപ്പ്, ദേ ലവ് മോർ ദാൻ വി വിൽ എവർ അണ്ടർസ്റ്റാൻഡ്. ആരും കരയണ്ട. ഇവരെ പിരിഞ്ഞ് കുറച്ച് സമയത്തേക്കാണെങ്കിലും പുറത്ത് പോകുമ്പം ഈ കഥ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത് ഓടിച്ചെന്നിട്ട് ദേ ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്കുക.